ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ഇവിടെ ഭജന നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് നിങ്ങളിങ്ങ് അടുത്തിരുന്നാൽ ഇത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. കാരണം രണ്ട് മൈക്ക് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ അമ്പലത്തിലാവുമ്പോൾ അത് ഒരല്പം മര്യാദകേടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വായിക്കൂരെ കേൾക്കാവുന്ന നിലയ്ക്ക് നിങ്ങൾ കുറച്ച് മുമ്പോട്ടും കയറിയിരുന്നാൽ നമുക്കിത് പതുക്കെ അങ്ങ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടാൽ അതൊരു മര്യാദകേടാണ്. അപ്പുറത്ത് ഭജനയും ഇപ്പുറത്ത് അതിനിടയിലൊരു പ്രഭാഷണവും ഒരേ സമയത്താകുമ്പോൾ അതൊരു മര്യാദയില്ലാത്ത പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് എന്നെ കുറ്റപ്പെടുത്തുവാനിടയാവും. കാരണം ഭക്തിയും കാര്യങ്ങളുമൊക്കെയായ ഒരു ഭജന നടക്കുന്നു, അതിനിടയിൽ ഒന്ന് മൈക്ക് വെച്ച്, അതും ശബ്ദം എനിക്ക് വളരെ കൂടുതലായതുകൊണ്ട് ശല്യമാവുന്നത് അവർക്ക്, അവരുടെ ഏകാഗ്രതയ്ക്കും മറ്റുള്ളതിനും ശല്യമാവും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം നിങ്ങളിൽ കയറിയിരിക്കുക. ഇത് നമുക്ക് പതുക്കെ ഓഫ് ചെയ്യാം. ഒന്ന് മാറ്റിവെച്ച് അതിൽ അവരെ നിയന്ത്രിക്കണം. അത് നിർത്താനല്ല, അത് അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ കൂടെ അങ്ങ് ഉറക്കത്തിൽ പറഞ്ഞാൽ പോലെ. മഹാഭാരത യുദ്ധത്തിന്റെ കേൾക്കാവുന്ന എനിക്ക് തോന്നുന്നത് മഹാഭാരത യുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും എന്നാണ് വിഷയം. 2 ദിവസം കൊണ്ട് പറയാനുള്ള വിഷയം 1 ദിവസം കൊണ്ട്, ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചുരുക്കി നിങ്ങളോട് പറയണം. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ശ്രമിക്കാം. മഹാഭാരത യുദ്ധമെന്നല്ല, ലോകത്തിൽ നടക്കുന്ന ഏത് കർമ്മവും ദൃഷ്ടം അദൃഷ്ടം എന്ന 2 ഭാഗങ്ങളോട് കൂടിയതാണ്. ഭാരതീയ ചിന്ത മാനവകർമ്മങ്ങളെ കാണുന്നത് പെട്ടെന്ന് ആവിർഭവിച്ച ഒരു മനുഷ്യനിൽ തോന്നുന്നതായല്ല. 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ജനിച്ച് വന്നിട്ടുള്ള ജനനപൂർവകമായ അനേകവിധ കർമ്മങ്ങളോടുകൂടിയ മാനവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറിയ പങ്കും അവൻ അജ്ഞാതമാണ്. ജ്ഞാതമായത് അല്പം മാത്രമാണ്. മനസ്സ് എന്നത് ബഹുശ്രുതനാണ്, വൃദ്ധ ശ്രവനാണ്. കോശങ്ങൾ എന്നതും അതിന്റെ ദേവതകൾ പൂർവകാലീനമാണ്. അതിലടങ്ങിയിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ മാത്രമാണ് വർത്തമാനകാലീനമായുള്ളത്. ഒരു മനുഷ്യനെ എടുക്കുമ്പോൾ അവന്റെ ശരീരത്തിന് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരമെന്ന് 3 തലങ്ങളുണ്ട്. അതിൽ സ്ഥൂല ശരീരമാണ് അവൻ ഈ ജന്മത്തിലേക്ക് ആർജിച്ചു കൊണ്ടുവന്നത്. അതിൽ ദശവിധ ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 പ്രാണങ്ങൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയ 5 പ്രാണങ്ങൾ
മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തമെന്ന അന്ധക്കരണം. ഇന്ദ്രിയങ്ങൾ അവന്റെ ബാഹ്യകരണമാണ്. ഇവയുമായാണ് അവൻ ഭൂമിയിൽ കർമ്മത്തിനായി കർമ്മേന്ദ്രിയങ്ങളോടും ജ്ഞാനേന്ദ്രിയങ്ങളോടും കൂടി പെരുമാറുന്നത്. അവയുടെ സൂക്ഷ്മ ശക്തികളുണ്ട്. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ കണ്ടത് കാണുക, കേട്ടത് കേൾക്കുക, കണ്ടതും കാണാത്തതും ചേർത്തുവെച്ച് കാണുക, കേട്ടതും കേൾക്കാത്തതും ചേർത്തുവെച്ച് കേൾക്കുക, അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്തുവെച്ച് അനുഭവിക്കുക എന്ന സ്വപ്നമുണ്ട്. അത് സൂക്ഷ്മ ശരീരത്തിന്റെ കളിയാണ്. അവിടെ ഇന്ദ്രിയങ്ങൾ സജീവങ്ങളാണ്, പക്ഷേ ഇന്ദ്രിയ ശക്തികളാണ് പ്രവർത്തിക്കുന്നത്, ബാഹ്യേന്ദ്രിയങ്ങളല്ല. മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോടും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല, നന്നായി ഉറങ്ങി, നന്നായി ഞാൻ ഉറങ്ങിയെന്ന് ഉറക്കത്തിൽ അറിയുന്നു, ഉണർന്നു വന്ന് പറയുന്നു. ഇങ്ങനെ 3 ശരീരങ്ങളോടുകൂടിയ മാനവന്റെ കർമ്മങ്ങളെ ഏറിയ കൂറും നിയന്ത്രിക്കുന്നത് പ്രാജ്ഞൻ എന്നറിയപ്പെടുന്ന ദേവത ഗാഢമായ സുഷുപ്തിയിലാണ്. സുഷുപ്തി നമുക്ക് അജ്ഞേയവുമാണ്. വെഷ്ടിക്കും സമഷ്ടിക്കും ഈ സുഷുപ്തിയുണ്ട്. സമഷ്ടിയുടെ സുഷുപ്തി ചൈതന്യത്തെ ഈശ്വരൻ എന്ന് വിളിക്കും. വെഷ്ടിയുടേതിനെ പ്രാജ്ഞൻ എന്ന് വിളിക്കും. അനേക ജന്മങ്ങളിൽ നാം കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രിയങ്ങളും അപ്രിയങ്ങളും രാഗങ്ങളും ദ്വേഷങ്ങളും എല്ലാം. അത് ഈ ജന്മത്തിലുണ്ടായതല്ല. ചിലരെ കാണുമ്പോൾ തന്നെ ദേഷ്യമുണ്ടാവും. അവരെ നമുക്ക് പരിചയമൊന്നുമില്ല. നമ്മുടെ ഒന്നും അവർ ജന്മത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല. ചിലരെ കാണുമ്പോഴേ അതിപ്രിയമുണ്ടാവും. അവർ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. അച്ഛനോടും അമ്മയോടും ജീവിച്ച് അച്ഛനോടും അമ്മയോടും പ്രിയമില്ലാത്ത മക്കളുണ്ട്. അയൽപക്കത്തെ ആൻറ്റി എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും. അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കും. ആ കാരണങ്ങളൊക്കെ അബദ്ധമാണ്. ഓരോ കുടുംബത്തിനും നിയമമുണ്ട്, ഓരോ രാജ്യത്തിനും നിയമമുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ സംഘടനയ്ക്കും നിയമമുണ്ട്. ഭരണഘടന ഓരോന്നിനുണ്ട്, അതനുസരിച്ച് നിയമങ്ങളുണ്ട്, അതനുസരിച്ച് കൂടിയിരുന്ന തീരുമാനങ്ങളുണ്ട്, ആലോചനകളുണ്ട്. ഭരണഘടനയെ പിടിച്ച് സത്യവും ചെയ്യാറുണ്ട്. ഞാൻ പ്രിയം കൊണ്ടോ അപ്രിയം കൊണ്ടോ ആർക്കും ഒന്നും ചെയ്യുകയോ ആർക്കും ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യില്ലെന്നൊക്കെ സത്യപ്രതിജ്ഞയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഗാഢമായ സുഷുപ്തിയിലെ പ്രാജ്ഞൻ നിശ്ചയിക്കുന്നത് പോലെ ഈ ഭരണഘടനകളെയും നിയമങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തി നിങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കുകയും ചെയ്യും. അത് ജനാധിപത്യത്തിലായാലും രാജാധിപത്യത്തിലായാലും എവിടെയായാലും. വളരെ ബന്ധമുള്ള അച്ഛനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, കീഴുദ്യോഗസ്ഥന്മാരെ, പരിചയക്കാരെയൊക്കെ തള്ളിമാറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിയങ്കരനായി പുറത്തുനിന്നൊരുത്തൻ വന്ന് നിങ്ങളെയും ഭരിച്ച് കാര്യങ്ങളും ചെയ്ത് ചിലപ്പോൾ വിജയകരമായി കടന്നുപോകാം. ചിലപ്പോൾ അവൻ ജയിലിലേക്ക് പോകാം, ചിലപ്പോൾ നിങ്ങളെ കൂടെ ജയിലിലേക്ക് കൊണ്ടുപോകാം. ഇതിനെ മുഴുവൻ ഭരിക്കുന്നത് ദൃഷ്ടമല്ല,
നിങ്ങളിൽ തൃഷ്ണയുണ്ടാക്കുന്ന, നിങ്ങളിൽ അതനുസരിച്ച് രാഗവും ദ്വേഷവും ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് വ്യാസൻ മാനവകുലത്തെ പഠിപ്പിക്കുന്നതിനു വേണ്ടി തലമുറകളുടെ ചരിത്രമടങ്ങുന്ന ഒരു ഗ്രന്ഥം രചിച്ചു. വ്യാസൻ അതിന് തന്റെ പുത്രന്മാരുൾപ്പെടെയുള്ള വിപുലമായ കഥയാണ് രചിച്ചു തന്നത്. അതിന്റെ പ്രഥമ ഭാഗം എന്ന് പറയാവുന്നത് അധ്യായമല്ല, തെറ്റിദ്ധരിക്കരുത്. നമ്മളത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രഥമ ഭാഗം എന്നത് അദൃഷ്ടമാണ്. ഈ ചോദ്യം വ്യാസന്റെ മരണം കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്. വൈശമ്പായനൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉണ്ടോ? വ്യാസന്റെ ശിഷ്യനാണ്. മഹാഭാരതമൊക്കെ രചിച്ച് കഴിഞ്ഞോ? ഒന്ന് തിരിക്കണം, ശകലമൊന്ന് തിരിക്കണം, അവിടെ ഒന്ന് തിരിക്കണം, ശകലം ഇതൊന്ന് അഴിച്ചിട്ട് ശകലം തിരിക്കണം. അവിടെ വിട്ടു, അവിടെ കൈവിട്ടു, ഒന്നുകൂടെ അയച്ചു, ശകലം കൂടെ അയച്ചു. റൈറ്റ്, ഇനി അഴിച്ചു. മഹാഭാരതമൊക്കെ രചിച്ചു കഴിഞ്ഞ് വ്യാസൻ മരിച്ചു കഴിഞ്ഞ് വൈശമ്പായനന് കുറെ സംശയമുണ്ടായി. ഗുരുവിന്റെ അസാന്നിധ്യത്തിലുണ്ടായ സംശയങ്ങൾ തീർക്കണമെന്ന് വൈശമ്പായനൻ ആഗ്രഹിച്ചു. അദ്ദേഹം അതിന് നേരെ പോയത് പ്രസിദ്ധനായ മാർക്കണ്ഡേയ മഹർഷിയുടെ അരികിലേക്ക്. മാർക്കണ്ഡേയന്റെ മാധ്യാഹ്നിക സമയത്ത് അവിടെ എത്തിയപ്പോൾ മാർക്കണ്ഡേയനോട് വൈശമ്പായനൻ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായി? ഇങ്ങനെ സംശയങ്ങൾ ഓരോന്നായി ചോദിക്കാൻ അങ്ങ് തുടങ്ങുമ്പോൾ മാർക്കണ്ഡേയൻ പറഞ്ഞു, നിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പിങ്കാക്ഷൻ തുടങ്ങിയ 6 പക്ഷികൾ പറഞ്ഞു. കബന്ധി, പിങ്കാക്ഷനൊക്കെ തുടങ്ങിയ, കാരണം അവരിതിൻ്റെ എല്ലാം ഉത്തരം കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു കഥയുണ്ട്. സപ്തശതിയിൽ ഇതാണ് വളരെ വിപുലമായി വിശദീകരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗമാണ് അദൃഷ്ടം. അനേകം കഥകളിലൂടെ ഭാരതത്തിന്റെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ദൃഷ്ടങ്ങളെക്കുറിച്ചല്ല, മനുഷ്യബുദ്ധി കൊണ്ട് പറ്റാത്ത, മാനവന്റെ ബുദ്ധി പരാജയപ്പെട്ടു പോകുന്ന, വളരെ കേമനാണെന്ന് വിചാരിക്കുന്നവൻ തകർന്നു പോകുന്ന, നിശ്ചയങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന ഒരു ഘടകം. അതിന് ഗീതാകാരൻ 18 അധ്യായത്തിന്റെ 11 ശ്ലോകത്തിൽ അദൃഷ്ടം എന്നതിന് പകരം ദൈവം എന്നാണ് പറയുന്നത്. ഭാരതീയ ചിന്തയിൽ ദൈവം എന്ന ശബ്ദം ഉണ്ടാകുന്നത് തന്നെ ഈ അർത്ഥത്തിലാണ്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്ന് 3 വിധമാണ് കർമ്മം.
കർമ്മഫലവും അനിഷ്ടം ഇഷ്ടം മിശ്രം. ഇഷ്ടമല്ലാതെ കർമ്മം ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫലം ഉണ്ടാവുക. ഇഷ്ടമല്ലാത്ത കർമ്മം ചെയ്ത് അനിഷ്ടകർമ്മം ചെയ്ത് അനിഷ്ടഫലം ഉണ്ടാവുക. അനിഷ്ടകർമ്മം ചെയ്ത് ഇഷ്ടവും അനിഷ്ടവും മിശ്രമായി ഫലമുണ്ടാവുക. മൂന്നും അനുഭവമുണ്ടോ? ഓ വളരെ ഇഷ്ടത്തിലൊരു കർമ്മം ചെയ്യാൻ പോയി. അച്ഛൻ തടഞ്ഞു, അമ്മ തടഞ്ഞു, നാട്ടുകാർ തടഞ്ഞു, ഒന്നും പറ്റൂല. ചെയ്തേ പറ്റൂ. ചെയ്യാതിരിക്കാൻ ഒക്കില്ല. ഞാൻ ചെയ്യും. ചെയ്തു. ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഫലം വന്നപ്പോൾ അനിഷ്ടമായി. അവരെല്ലാം കൂടെ കയറി ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? ഇല്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ല. അനുഭവമുണ്ട്. അപ്പൊ ഇഷ്ടകർമ്മം ചെയ്ത് അനിഷ്ടഫലം. വളരെ ഇഷ്ടമുള്ളൊരു കർമ്മം ചെയ്തു ഒരാൾ, ആഗ്രഹിച്ചതുപോലെ ഫലം കിട്ടി. ഇഷ്ടകർമ്മത്തിന് ഫലം അങ്ങനെ ഉണ്ടാവും. ചിലർക്ക് അങ്ങനെയും ഉണ്ടാവും. ഇഷ്ടകർമ്മമാണ് ചെയ്തത്, ഫലം വന്നപ്പോൾ ഇഷ്ടവും കുറച്ചുണ്ട്, അനിഷ്ടവും കുറച്ചുണ്ട്. കാരണം ഈ കർമ്മം ചെയ്ത് കഴിയുമ്പോഴേക്ക് ഭാര്യയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് കുറേ അവന്മാരിവിടെ നിരങ്ങുന്നുണ്ട്. അവരെ പുറത്താക്കാമെന്ന് വിചാരിക്കുകയും നമ്മുടെ ആൾക്കാരെ കൂടുതൽ ബന്ധിപ്പിച്ച് നിർത്താമെന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരകത്തുമായി ഇവർ പുറത്തുമായി. എന്നാൽ കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകേണ്ട ലാഭമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ലാഭം ഉണ്ടായതിലും വളർച്ചയിലും നേട്ടത്തിലും ഒക്കെ സന്തോഷം ഉണ്ടാകുമ്പോഴും ഇവന്മാര് റൈറ്റ് അപ്പൊ അത് മിശ്രഫലാണ്. അപ്പോ അനിഷ്ടം ഇഷ്ടം മിശ്രം. കർമ്മങ്ങളിങ്ങനെ 3, കർമ്മഫലങ്ങളും 3. കർമ്മത്തിന് അധിഷ്ഠാനമുണ്ട്. കലമുണ്ടാക്കണം. മണ്ണതിൻ്റെ അധിഷ്ഠാനമാണ്. എല്ലാ കർമ്മത്തിനും ഒരധിഷ്ഠാനമുണ്ട്. മണ്ണ് കലത്തിന്റെ അധിഷ്ഠാനവും കുംഭാരൻ അതിന്റെ കർത്താവുമാണ്. അതിന് കുലാല ചക്രം, കുലാല ദണ്ഡ്, നൂല്, ഇങ്ങനെ കരണങ്ങളുണ്ട്. ഒരു കർമ്മം ചെയ്യണമെങ്കിൽ ഇന്ദ്രിയവും, അത് ബാഹ്യകരണമാണ്, അന്തഃകരണവും ആന്തരിക കരണമാണ്, മനസ്സൊക്കെ പങ്കെടുക്കണം. അപ്പൊ കർമ്മത്തില് അധിഷ്ഠാനം, കർത്താവ്, കരണം. ഒരു കല ഉണ്ടാക്കാൻ മണ്ണ് തല്ലി ശരിയാക്കേണ്ട അടിഭാഗമുണ്ട്. മണ്ണ് കുഴയ്ക്കണം. കുലാല ചക്രത്തിൽ വെച്ച് ചക്രം കറക്കണം. കറങ്ങുന്ന ചക്രത്തേല് കലത്തിന് ചുറ്റും നൂല് ചുറ്റി വലിച്ച് കലം പ്രത്യേകം കറക്കണം. അതൊക്കെ ചേഷ്ടകളാണ്. കർമ്മത്തിന് ചേഷ്ടകളുണ്ട്. അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ഇതൊന്നുമല്ല കർമ്മത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഗീതാകാരനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനോട് പറയും. അത് ദൈവമാണ്. ദൈവം ചൈവ അത്ര പഞ്ചമം. ഏത് കർമ്മത്തിലും
ദൈവം അല്ലെങ്കിൽ അദൃഷ്ടം. വൈശമ്പായനൻ തേടിച്ചെന്നതും അതാണ്. വൈശമ്പായനന് നമുക്കറിയേണ്ട പോലെ ഭൗതികമായ നിയമങ്ങളോ കാര്യങ്ങളോ അല്ല. അതിനെ വിശ്വസിച്ച് മുന്നേറിയിട്ട് കാര്യമില്ല. ബഹുദൂരവും പിന്നെ അതിവേഗവുമായി പോയ നമ്മുടെ മുഖ്യമന്ത്രി കാലിടറി വീണത് യുക്തികൾക്ക് കണ്ടെത്താൻ പറ്റില്ല. ഇത്രയും യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുന്ന, ഇത്രയും പണ്ഡിതനായ, ഇത്രയും ആലോചനയുള്ള ആള് വീഴുകയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാവരും, നിങ്ങളും ഞാനും ഒക്കെ. പ്രഥമമല്ല ന്യായത്തിൽ പറഞ്ഞതാണ്, വമ്പൻ വീഴുമെങ്കിൽ നമ്മുടെ കഥയൊന്നും പറയണ്ട. അപ്പോ കളിക്കുന്നത് ആരോ ഒരാൾ പിന്നിലുണ്ട്. കളിക്കുന്ന ഒരാൾ പിന്നിലുണ്ടെന്ന് പറഞ്ഞാൽ പത്രക്കാർ പറയുന്ന അല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല? ഞാൻ ഭഗവാൻ ഒന്നും നിങ്ങളെ പഠിപ്പിക്കുക. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ഈശ്വരവാദികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരതിനിട്ടു. ഒരു അജ്ഞേയമായ ഒരുവൻ പിന്നിലുണ്ട്. അതിനെ നിങ്ങൾ സർജന പ്രക്രിയയുടെ പിതാവ് പ്രജാപതി എന്ന് വിളിച്ചാലും, ഒരു ശാസ്ത്ര സത്യമെന്ന് വിളിച്ചാലും, അദൃഷ്ടം അൺനോൺ എന്ന് വിളിച്ചാലും, ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ദൈവമാണെന്ന് വിളിച്ചാലും ഒന്നും എനിക്ക് വിരോധമില്ല. അതുണ്ട് എന്ന സത്യം നിങ്ങൾക്കും എനിക്കും നിഷേധിക്കാനാവില്ല എന്നത് മാത്രമാണ് നമ്മൾ തമ്മിലിരുന്ന് പറയുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം. എത്ര സമർത്ഥനം! അതുകൊണ്ട് വൈശമ്പായനൻ പോയി ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ഈ പക്ഷികൾ എങ്ങനെ അറിഞ്ഞു? അതിനും ഒരു അദൃഷ്ട കാരണമുണ്ട്. ഇത് വളരെ പ്രസിദ്ധനായ ഒരു ഋഷിയുടെ വംശമാണ് പക്ഷിയായി പോയത്. ഈ പക്ഷിയുടെ മുട്ടകളും വഹിച്ചു വന്ന തള്ള മഹാഭാരത യുദ്ധക്കളത്തിന് മുകളിൽ പറക്കുമ്പോഴാണ് ഭഗദത്തന്റെ അമ്പ് കൊള്ളുന്നത്. ഒരു സാധ്യതയില്ലാതെയാണ് കൊള്ളുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ സാധ്യതയൊക്കെ അന്വേഷിച്ച് തിരുത്താനാണ് സയന്റിസ്റ്റുകളും നിങ്ങളും ഒക്കെ പോകുന്നത്. ഈ മുട്ടയെല്ലാം കൂടെ വയറ്റിൽ നിന്ന് താഴെ ഒന്ന് വീഴുകയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ മുട്ട അത് വീഴുന്ന ഒരു ആനയുടെ വസയിലാണ് വീഴുന്നത്. അതുകൊണ്ട് പൊട്ടിപ്പോയില്ല. മഹാഭാരത യുദ്ധക്കളത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നിടത്ത് ഈ മുട്ടകൾ ഒരു വസയിൽ വന്ന് വീഴുക. ഈ വസയിൽ വന്ന് വീണതോടുകൂടി നാക്കുപോയൊരു മണി അതിന്റെ പൊക്കത്തിൽ വന്ന് വീഴും. പൂർവ്വ ഋഷിമാര് തേടുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അവർക്കിതിലൊക്കെയാണ് ഔത്സുക്യം. അല്ലാതെ നേരിട്ട് നടക്കുന്ന സംഭവങ്ങളിലൊന്നും അവർക്ക് വലിയ ഔത്സുക്യമില്ല. അതിൽ നിന്നൊന്നും പഠിക്കാനില്ല. ജീവിതത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാവും. അപൂർവങ്ങളും യാദൃച്ഛികങ്ങളും ആനന്ദപ്രദങ്ങളുമായ കാര്യങ്ങൾ. അവിടെ മനുഷ്യന്റെ ശക്തിയൊന്നുമില്ല. കാരണം ഈ മണിയുടെ നാക്കവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മുട്ടയില് കൊള്ളാം.
ഈ മണി സ്ഥാനം തെറ്റി വീണാൽ കൊള്ളാം. മണി വീണില്ലെങ്കിൽ ഇതിന്റെ പൊക്കത്തുകൂടെ ഭടന്മാരോ അമ്പോ വില്ലോ ഒക്കെ വീഴുമ്പോ അത് പൊട്ടിപ്പോ. ഈ മുട്ട വീണ വസയുടെ മുകളില് മണി കമന്നു വന്ന് വീണ് മുട്ടയെ സംരക്ഷിച്ചു നിർത്തുക. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഒരു തോന്നലുണ്ടാവും, ആ മുട്ടകളെ സംരക്ഷിച്ചതുപോലെ ഭഗവാൻ അവിടുന്ന് അല്പപ്രാണനായ എൻ്റെ ജീവിതത്തെയും എൻ്റെ കർമ്മങ്ങളെയും എൻ്റെ സങ്കല്പങ്ങളെയും സംരക്ഷിക്കുമാറാകേണമേ. ഞാനതുകൊണ്ട് ഈ ലൗകിക നിയമങ്ങളിൽ, ഈ ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നില്ല. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് അങ്ങയിൽ മാത്രം വിശ്വസിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങ് എപ്രകാരമാണ് മഹാഭാരത യുദ്ധത്തിങ്കൽ പതിച്ച മുട്ടയെപ്പോലും സംരക്ഷിച്ചത്, അതുപോലെ അങ്ങ് എന്നെ സംരക്ഷിക്കും. എന്റെ ബുദ്ധി എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ മനസ്സ് എന്നെ സംരക്ഷിക്കാൻ കൊള്ളുന്നതാണെന്ന് എനിക്കുറപ്പില്ല. എന്റെ കരണങ്ങൾ, കലവികൾ, എന്റെ ഇന്ദ്രിയങ്ങൾ പരിമിതങ്ങളാണ്. അവയൊന്നും എനിക്ക് കവചം തീർക്കുമെന്നൊരിക്കലും എനിക്ക് വിശ്വാസമില്ല. അങ്ങയാൽ ആച്ഛാദിതമായ ഈ ജഗത്ത് അദൃഷ്ടമായ അങ്ങയുടെ ശക്തിവിശേഷം ഒന്നുകൊണ്ട് മാത്രം സംരക്ഷിക്കപ്പെടുന്നതാണെന്ന് ഞാൻ അറിയുന്നു ഭഗവാൻ. ഇങ്ങനെ പഠിക്കാനാണ് വ്യാസാദികൾ ഇതിഹാസ പുരാണങ്ങളെ നമുക്കായി രൂപാന്തരപ്പെടുത്തി തന്നത്. അതിന്റെ മുഖ്യധാര അദൃഷ്ടമല്ലെങ്കിൽ ദൈവമാണ്. എനിക്ക് തുടരാമോ? എനിക്ക് തുടരാമോ? നിങ്ങൾക്ക് മനസ്സിലാവുമോ? കഴിഞ്ഞ തവണ നിങ്ങൾ എന്നെ വിളിച്ചത് രാമായണത്തെക്കുറിച്ച് പറയാനാണ്. ഇത്തവണ രാമായണ മാസത്തിൽ വിളിച്ചത് മഹാഭാരതത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും പറയാനാണ്. വിഷയം കഴിഞ്ഞ തവണയും ഇത്തവണയും ഞാനല്ല തെരഞ്ഞെടുത്തത്, സജഷനാണ്, ഞാനതങ്ങ് സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഈ പോക്ക്? 1000 തവണ ഒരു നാണയമെടുത്ത് അതിന്റെ ഹെഡോ ടെയിലോ അപ്പിയർ ചെയ്യുന്നതെന്നറിയാൻ മുകളിലേക്ക് ടോസ് ചെയ്താൽ 1000 തവണയും ടെയിൽ വന്നത് 1001 പൊക്കിയിട്ടാൽ അത് ടെയിലായിരിക്കുമെന്നോ ഹെഡായിരിക്കുമെന്നോ നിശ്ചയമില്ലാത്ത ശക്തമായ ഒരു അദൃഷ്ടം, an uncertainty. അതാണ് വ്യാസാദികൾ പഠിക്കാനൊരുങ്ങിയത്, പഠിപ്പിക്കാനൊരുങ്ങിയത്. അതാണ് കുട്ടിക്കാലത്ത് പഠിക്കേണ്ടത്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും ചാരുവും ഏറ്റവും ഉദാത്തവുമായ രഹസ്യം അനിശ്ചിതത്വമാണ്. അതിലെനിക്ക് നിശ്ചയമുണ്ടെന്ന് ആര് പറയുമ്പോഴും അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അടുത്ത നിമിഷം അനിശ്ചിതമായ
അടുത്തതെന്തെന്നനിശ്ചിതമായ ലോകത്ത് എങ്ങനെ ആനന്ദത്തോടെ ജീവിക്കും, എങ്ങനെ സുഖം കണ്ടെത്തും? ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ ഈ ചോദ്യം? നിങ്ങളൊക്കെ വിദ്യാസമ്പന്നരാണ്, കാണുമ്പോൾ അറിയാം. പ്രബുദ്ധരാണ്, തൃപ്പൂണിത്തുറക്കാരാണ്, സമ്പന്നരാണ്. നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇരുന്ന്, നിങ്ങളിലെ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇരുന്ന്, നിങ്ങളും നിങ്ങളുടെ അച്ഛനമ്മമാരും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ രഹസ്യം? കളിച്ചും ചിരിച്ചും സീരിയല് കണ്ടും സിനിമ കണ്ടും റിയാലിറ്റി ഷോ കണ്ടും ക്ഷേത്രത്തിൽ പോയും പോകാതെയും വിമർശിച്ചും സ്വീകരിച്ചും പാർട്ടികളിൽ ചേർന്നും ചേരാതെയും ഒക്കെ ഓടുമ്പോൾ ദൃഷ്ടനഷ്ടമായ ഈ പ്രപഞ്ചത്തിന്റെ അതിഗഹനമായ അനിശ്ചിതത്വത്തിന്റെ രഹസ്യം ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നേർക്ക് നേർ വന്നിട്ടുണ്ടോ? വന്നിട്ടും തിരിച്ചറിയാതെ വിട്ടുകളഞ്ഞിട്ടുണ്ടോ? ഈ അനിശ്ചിതത്വത്തെ തിരിച്ചറിയുന്ന ഒന്നിലധികം മുഹൂർത്തങ്ങൾ കുട്ടിയായി, പഠനം, പരീക്ഷ, ഇവയിലൊക്കെയും, തൊഴില്, ഇന്റർവ്യൂ, ഇവയിലൊക്കെയും, കൂട്ടായ്മ, കുടുംബം, ഇവയിലൊക്കെയും, സംഘടനയുടെ നേതൃത്വം മുതലായവയിലൊക്കെയും ഒക്കെ നിങ്ങൾ പരതി കയറുമ്പോൾ മുഖാമുഖം ഈ അനിശ്ചിതത്വം നിങ്ങളുടെ കർമ്മഫലങ്ങളെ ബാധിച്ച് നേരിട്ട് വന്ന് നിന്ന് മണിക്കൂറുകളുടെ, ദിവസങ്ങളുടെ, മാസങ്ങളുടെ തകർച്ചയിൽ ചിലപ്പോൾ അവയോട് വിട പറഞ്ഞ്, ചിലപ്പോൾ അവയിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് ഒക്കെ കർമ്മങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ 1000 സന്ദർഭങ്ങളിൽ ഈ അനുഭവങ്ങൾ മുന്നിലെത്തിയാലും അവയെ ഒന്ന് പഠിക്കണം, ഉൾക്കൊള്ളണം, അതാണ് അറിയേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടും ഉറങ്ങിയും സമ്പാദിച്ചും ജനിമൃതികളുടെ ചാക്രിക ആപത്തിയിലേക്ക് വീണ്ടും വീണ്ടും മറിഞ്ഞു പോകുമ്പോൾ നമുക്ക് മുമ്പേ പോയ മഹാന്മാരും നമുക്ക് മുമ്പേ പോയ മനുഷ്യരും അനന്തവിസ്മൃതിയിലേക്ക് പോയിക്കഴിഞ്ഞ് നാമും ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് അനന്തമായൊരു വിസ്മൃതിയിലേക്ക് ലയിച്ചു ചേരാൻ വെമ്പൽ കൊണ്ട് കാട്ടുന്ന ഈ നടനം അതിൽ രഹസ്യമായിരിക്കുന്ന അദൃഷ്ടം ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കുകയും കാര്യമായെടുക്കുകയും പഠിക്കണമെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ടോ?
അതോ കർമ്മവും മറവിയുമായി കൂടുകൂട്ടി പലതിൻ്റെയും നേതാവായി പലതും നേടി പലതായി കടന്നുപോവുകയാണോ? നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വന്ന പോലെ തന്നെ. എന്റെ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ വിദ്യാഭ്യാസ സങ്കേതങ്ങളിൽ ഈ ചോദ്യവും ഇതിനെന്തെങ്കിലും ഉത്തരവുമുണ്ടോ? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി തുടങ്ങിയ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD കോഴ്സുകൾ, MBA, എഞ്ചിനീയറിംഗ്, MBBS, BAMS തുടങ്ങിയ അനേകം കോഴ്സുകൾ, അനേകം യൂണിവേഴ്സിറ്റികളിൽ യൗവനം തല്ലിത്തകർത്തു വന്ന ഇടപാടുകൾ, അനേകം മാനേജ്മെന്റ് ക്ലാസുകൾ, മാനേജ്മെന്റ് ഗുരുക്കന്മാർ, ഈ സിലബസുകളിൽ, ഈ പഠനങ്ങളിൽ ഈ ഒരു അന്വേഷണമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരോ ഒരാൾ പറഞ്ഞതുണ്ടെന്നാണോ? ഇല്ല. പഠിക്കേണ്ടതല്ലേ? ഒരു പക്ഷേ ഇത് പഠിച്ചിട്ട് വേണ്ടായിരുന്നുവോ ബാക്കിയെല്ലാം പഠിക്കാൻ? ശൈശവത്തിൽ തന്നെ ഈ മഹാരഹസ്യത്തിന്റെ ചെപ്പ് തുറന്നാൽ നിങ്ങൾ ആരായിരുന്നാലും ആനന്ദിക്കുകയില്ലായിരുന്നുവോ? ബ്രഹ്മചാരിയായും ഗൃഹസ്ഥനായും സന്യാസിയായും വാനപ്രസ്ഥനായും ഒക്കെ ഉഴലുമ്പോൾ, ബ്രാഹ്മണനായും ക്ഷത്രിയനായും വൈശ്യനായും ശൂദ്രനായും കർമ്മകലാപങ്ങളിൽ പെടുമ്പോൾ, മാനവചേതനയെ വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങൾ കൊയ്തുവന്ന് ഫ്ലക്സ് ബോർഡുകളിൽ 32 പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മയെല്ലാം വിറങ്ങലിപ്പിക്കുന്ന ഒരദൃഷ്ടം, ഒരജ്ഞേയം, ഈ മണിയുടെ അടിയിലിരുന്ന മുട്ട വിരിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കുറെ നേരം ഇരുന്ന് ശ്വാസം കിട്ടാതെ പോവും. Am I right? മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചത്തൊടുങ്ങി കഷ്ടിച്ച് ഒരു 5 പേർ പാണ്ഡവന്മാരും കൃതവർമാവ്, കൃപർ, അശ്വത്ഥാമാവെന്ന് 3 പേർ അപ്പുറത്തും ഒരുമാതിരി ചത്ത് ജീവിച്ച് കഴിഞ്ഞ് ആ കിടക്കുന്ന മരിച്ച് അമ്പിയ യുദ്ധഭൂമിയിലേക്ക് ആരും അങ്ങനെ ചെയ്യെല്ലാം വഴിയില്ല. ശമീക മഹർഷി തന്റെ ശിഷ്യന്മാരോടൊപ്പം അതിൽ നടന്നു വരികയാണ്. അപ്പോഴാ യുദ്ധക്കളത്തിന്റെ ഏതോ ഭാഗത്തു നിന്നൊരു കരച്ചിൽ, കുഞ്ഞു പക്ഷികളുടെ കരച്ചിൽ. മഹർഷി ഔത്സുഖ്യത്തോടെ ചെന്ന് ആ മണി മാറ്റിയപ്പോൾ അതിന്റെ കീഴിലെ കുഞ്ഞുങ്ങൾ മഹാഭാരത യുദ്ധത്തിന്റെ കളത്തിൽ ജനിച്ച ഈ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി
ശമീകന്റെ അടുക്കൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തീകരിച്ചു പോയ ഇവരെ പോയി കണ്ട് ചോദിക്കാനാണ് മാർക്കണ്ഡേയൻ വൈശമ്പായനോട് പറഞ്ഞത്. നമുക്ക് ആ കഥയല്ല ഇവിടെ ആവശ്യം. ഞാനത് സൂചിപ്പിച്ചത് അദൃഷ്ടം കാണിക്കാൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് പഠിക്കണം തോന്നിയാൽ പിന്നൊരിക്കലാവാം. ഇപ്പം എന്നെ വിളിച്ചത് ആ കഥ പറയാനല്ല. ആ കഥയിലെ ഒരു അദൃഷ്ടം എനിക്ക് മഹാഭാരത യുദ്ധത്തിൽ അനിവാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് അദൃഷ്ടം ബോധ്യപ്പെടാൻ ഞാൻ പറഞ്ഞത് മാത്രമാണ്. രാമായണം വായിച്ചിട്ടുണ്ടല്ലേ? രാമായണത്തിലൊരു ഗീതയുണ്ട്, കേട്ടിട്ടുണ്ടോ? രാമായണത്തിലൊരു ഗീതയുണ്ട്, അതിന്റെ പേര് രാമഗീത എന്നാണ്. ലക്ഷ്മണന് രാമൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ലക്ഷ്മണ ഉപദേശം കിഷ്കിന്ധാകാണ്ഡത്തിലാണ്, രണ്ടാമത്തത് ആരണ്യകാണ്ഡത്തിലാണ്, മൂന്നാമത്തെ ലക്ഷ്മണോപദേശം ഒന്നാമത്തത് അയോധ്യാകാണ്ഡത്തിലാണ്, രണ്ടാമത്തത് ആരണ്യകാണ്ഡത്തിലാണ്, മൂന്നാമത്തത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്, നാലാമത്തത് ഉത്തരകാണ്ഡത്തിലാണ്. നിങ്ങളൊക്കെ ദൃഷ്ടമായൊരു സംശയം ഉന്നയിക്കും. സീതയെ രാമൻ പൂർണ്ണഗർഭിണിയായിരിക്കെ വനത്തിൽ കൊണ്ടുവിട്ടു. രാമായണം വായിച്ച മുഴുവൻ പേർക്കും അറിയാം രാമൻ ആഗ്രഹിക്കുന്നതല്ലത്, സീതയെ ആഗ്രഹിക്കുന്നതുമല്ലത്. ലോകൈക കണ്ടകനായ രാവണനെ വന്ന രാമനെ അദൃഷ്ടം ബാധിക്കുക. ഈശ്വരനായ രാമന്റെ മാനവജീവിതത്തിൽ പോലും അദൃഷ്ടം കൊടികുത്തി വാഴുക. പിന്നെയാണോ നിർമ്മലാനന്ദ നീയും കൂട്ടരും ഒക്കെ? നിങ്ങളെ പറയാൻ എനിക്ക് അധികാരമില്ല, എനിക്ക് എന്നെ പറയാം. പിന്നെ ബാക്കി നിങ്ങൾ ആലോചിച്ചോളുക. ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. അർത്ഥാപത്തിയിലാണ് ഋഷി പറയുന്നത്. രാമൻ ആഗ്രഹിക്കാതെ, രാമൻ ഇഷ്ടപ്പെടാതെ, രാമൻ തന്നെ തീരുമാനിക്കുക സീതയെ വനത്തിൽ കൊണ്ടുവിടാൻ, അതും ലക്ഷ്മണനോട് ആജ്ഞാപിക്കുക. കർമ്മത്തിന്റെ രഹസ്യം ഗഹനമാണ്, ഗുഹ്യമാണ്. കർമ്മത്തിൽ നിലകൊള്ളുമ്പോൾ ഓർക്കണം, കർമ്മം മാനവനിയന്ത്രിതമല്ല. അറിഞ്ഞിട്ടേ കർമ്മത്തിലേക്ക് എടുത്തു ചാടാവൂ. 1000 സങ്കല്പങ്ങളും തൃഷ്ണകളും വച്ച് ഏതെങ്കിലും ഒരു കർമ്മത്തിലേക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും മാനവൻ എടുത്തു ചാടിയിട്ടുണ്ടെങ്കിൽ രോഗിയായി, ദുഃഖിതനായി, വ്രണിതനായി, ക്ഷീണിതനായി, നിരാശനായി തിരിച്ചു മടങ്ങേണ്ടി വരും. കർമ്മം ഗഹനമാണെന്നും കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂവെന്നും ഫലത്തിൽ അധികാരമില്ലെന്നും ഫലത്തിന് ഹേതുവാകരുതെന്നും അതുകൊണ്ട്
കർമ്മം ചെയ്യാതിരിക്കരുതെന്നും ഉറപ്പിച്ചു പറയുന്ന സന്ദേശം. ചുരുക്കത്തിൽ ബോധമുള്ളൊരു മനുഷ്യന് അവന്റെ ചെറുപ്പത്തിൽ തന്നെ മുൻപോട്ടും പിമ്പോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, എന്തിനാണിതെല്ലാം ചെയ്യുന്നത്? വെറുതെ. അതിനുള്ള ആർജവം നേടുവാനാണ് വിദ്യാഭ്യാസം. എന്തിനാ നീ ഇതൊക്കെ ചെയ്തത്? വെറുതെ. കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമുള്ള ഭാഷ, വേറെ ആരും കാണാതെ ചോദിക്കുന്നവനോട് രഹസ്യമായി തിരിഞ്ഞു നിന്ന് പറയാൻ. ചുമ്മാ. എന്തിനാ നീ ഭർത്താവുമായി വഴക്കുകൂടിയത്? അത് അയാൾ അങ്ങനെയാണ്, അയാളുടെ പെരുമാറ്റം. വെറുതെ എന്തിനാ തട്ടിപ്പ് പറയുന്നത്? നീ ചുമ്മാ വഴക്കുകൂടിയതാണ്. നീ എന്തിനാ കൊച്ചേ ആ നിന്റെ ഭർത്താവിൻ്റെ അമ്മയുമായി അടിവെച്ചു പോകുന്നത്? അതൊരു പാവമാണ്. അയ്യോ അവരറിയാൻ മേല രാക്ഷസി അതാണ്. എന്തിനാ കുഞ്ഞെ കള്ളം പറയുന്നത്? ചുമ്മാ. നീ ചുമ്മാ പോകുന്നതാണ്. സമ്മതിക്കുവോ? സമ്മതിക്കുവോ? നീ എന്തിനാ അയാളോട് പിണങ്ങിയത്? വെറുതെ. പിണക്കം വന്നു, പിണങ്ങി. കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്, കാരണങ്ങൾ ഉണ്ടായിരിക്കുകയല്ല. വരണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലേ? വരണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളോട് കളിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കർമ്മങ്ങളിൽ ഇനി നിങ്ങൾക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളെ നിങ്ങൾ കളിപ്പിക്കാതിരിക്കാനെങ്കിലും ഈ ചുമ്മാ എന്റെ ശബ്ദത്തിൽ നിങ്ങളുടെ തലച്ചോറിനെ വേട്ടയാടുകയില്ലേ? ഇല്ല. എന്തിനെങ്കിലും ഈ ലോകത്ത് കാരണമുണ്ടോ? ഒരുത്തം വന്ന് ചോദിച്ചു, സ്വാമി എന്താ സന്യസിച്ചേ? ചുമ്മാ. അല്ല, വല്ല കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. സ്വാമി ഇത് കണ്ട് ചോദ്യകർത്താവിനോട് ചോദിച്ചു, നീ എന്തിനാ കല്യാണം കഴിച്ചു? ചുമ്മാ. അല്ല, എന്ത് കാരണമായിരിക്കുന്നത്? കുഴപ്പമല്ലേ? ഇത് കുഴപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏത് കർമ്മം എടുത്താലും ഈ രഹസ്യം കാണാം. ശമീകൻ ആ പക്ഷിയെ എടുത്തു വളർത്തി വിട്ടില്ല എങ്കിൽ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് ചോദ്യങ്ങളുമായി വരുന്ന വൈശമ്പായനൻ അങ്ങോട്ട് പോവില്ല. ഇതുപോലെ തന്നെ രാമായണത്തിൽ, അത് പറയുമ്പോഴാണ് ഇങ്ങോട്ട് തിരിഞ്ഞത് അല്ലേ? ഇതുപോലെ തന്നെ രാമായണത്തിൽ തന്റെ സ്നേഹനിധിയായ ഭാര്യയെ സഹിക്കാനാവില്ല. വായിക്കുന്ന നിങ്ങൾക്ക് സഹിക്കാനാവില്ലെങ്കിൽ അനുഭവിക്കുന്ന രാമന് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കണം. ചെങ്കോല് ദൂരത്തിട്ട് യോഗദണ്ഡെടുത്ത് പൊൻകിരീടത്തെ ജടാജൂടമാക്കി മാറ്റി പോകാനൊരുങ്ങുന്നൊരു വേളയിൽ പാദപൂജാവ്രതം മുടക്കാനാവില്ലെന്ന് പറഞ്ഞ് കല്ലും മുള്ളും നിറഞ്ഞ വനത്തിലൂടെ പോകാനൊരു സഹധർമ്മിണി തയ്യാറാവുക. കാറെടുക്കുന്നില്ല
1 കിലോമീറ്റർ നടന്നാണ് ഷോപ്പിങ്ങിന് പോകുന്നതെങ്കിൽ നിങ്ങൾ പോയി വാ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറയുന്ന ഭാര്യമാരുള്ള ലോകത്ത്. Am I not right? കാറുണ്ട്, AC ആണ്, ഓടിച്ചാണ് പോകുന്നത്, മത്തി മേടിക്കാനാണെങ്കിലും ഞാനും കൂടെ വരുന്നു അല്ലേ എന്നുള്ളിടത്ത് സുഖശീതളമായ മെത്തയും പരിവാരങ്ങളുമുള്ള അയോധ്യയിൽ നിന്ന് ഘോര കാന്താരത്തിലേക്ക്, ദണ്ഡകാരണ്യത്തിലേക്ക് രാമന്റെ പാദപൂജാവ്രതം മുടക്കാതെ പോയ സീത ശിലാതളിമത്തിലുറങ്ങി ഫലമൂലങ്ങൾ അശിച്ച് രാമനോടൊപ്പം ജീവിച്ച സീത രാവണൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് ശിംശപാവൃക്ഷച്ചുവട്ടിൽ അന്നപാനാദികളില്ലാതെ രാമമന്ത്രം മാത്രമുരുവിട്ട് രാമനെ ഹൃദയത്തിൽ ധ്യാനിച്ച് രാമാഗമനത്തിന് കാത്തിരുന്ന സീത വനവാസം കഴിഞ്ഞെത്തി അയോധ്യയിൽ സിംഹാസനത്തിലേക്ക് തന്റെ പതിദേവത കയറാനൊരുങ്ങുമ്പോഴേക്ക് വിധിയുടെ വിഹായസിൽ അതേ ഭർത്താവിന്റെ വാക്കുകളിലൂടെ ലക്ഷ്മണനെ വിളിച്ച് വനത്തിൽ ഉപേക്ഷിച്ചു വരുവാൻ ആജ്ഞാപിക്കുമ്പോൾ സംശയഗ്രസ്തനായി നിൽക്കുന്ന ലക്ഷ്മണൻ ജഗദീശ്വരനായ രാമന്റെ മുഖത്തേക്ക് നോക്കി സംശയപൂർവം നിൽക്കുമ്പോൾ രാമൻ ഉരുവിടുന്നൊരു ഉദാഹരണമുണ്ട്. നൃഗൻ, മഹാരാജാവും ധർമ്മിഷ്ഠനും സത്യവാനും ആയ നൃഗ മഹാരാജാവ് രാമന് മുമ്പുള്ളൊരു രാജാവ്. കേട്ടിട്ടുണ്ടോ? നൃഗൻ. പശുദാനം കൊണ്ട് കീർത്തികേട്ട നൃഗൻ. ഓരോ വർഷവും പശുക്കളെ ദാനം ചെയ്യുക. എത്രയായിരം പശുക്കളെയാണ് ദാനം ചെയ്തിട്ടുള്ളത്. നൃഗമഹാരാജാവ് ഒരു ബ്രാഹ്മണന് പശുക്കളെ ദാനം ചെയ്തു. ബ്രാഹ്മണൻ പശുക്കളെയും തെളിച്ചുപോയി. അബദ്ധത്തിൽ അതിലൊരു പശു രാജാവിന്റെ പശുക്കളുടെ കൂടെ തിരിച്ചു വന്നു. രാജാവ് വിളിച്ചുകൊണ്ടൊന്നല്ല, രാജാവ് പിടിച്ചു കെട്ടിയതല്ല, രാജാവ് മോഹിച്ചതല്ല. രാജാവ് പശുക്കളെ എല്ലാം കൂടെ നിൽക്കുമ്പോൾ അടുത്ത ബ്രാഹ്മണൻ ദാനത്തിനായി വന്നപ്പോൾ വീണ്ടും പശുക്കളെ കൊടുത്തപ്പോൾ രണ്ടാമത് ഈ പശുവും ഉൾപ്പെട്ടു. ക്രുദ്ധനായ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു, ആ പശു എന്റെയാണ്, ശബള. രാജാവ് പറഞ്ഞു, അങ്ങയുടെ ആണെങ്കിൽ എടുത്തോളൂ. ആ പശുവിനെ തിരിച്ചു വിളിച്ചു. ശബളയെന്ന് വിളിച്ചപ്പോൾ അത് വന്നു. പക്ഷെ ആ രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കും അതിനെ ദാനം ചെയ്തതാണ്. രണ്ട് ബ്രാഹ്മണർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ രാജാവിനെ ആദ്യത്തെ ബ്രാഹ്മണൻ ശപിച്ചു, താൻ ഓന്തായി പോകട്ടെ. ഇപ്പൊ നൃഗൻ ഓന്തായി നടക്കുക. കർമ്മങ്ങളിലൂടെ കടന്നുപോകുന്ന മാനവചേതന ചെയ്യാത്ത എത്ര കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നു. ചെയ്ത എത്രയായിരം കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നു. ഏത് ജന്മത്തിലെ, ഏത് വിസ്മൃതിയുടെ.
ഇതിനെ ഭരിക്കുന്നൊരധിഷ്ഠത്തിലേക്ക്, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരീയ ശക്തിയിലേക്ക് ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ ആനയിച്ചു കൊണ്ടുവന്ന് വ്യാസൻ നയിക്കുകയാണ്. എന്താണ് മഹാഭാരത യുദ്ധത്തിന്റെ അദൃഷ്ട കാരണം? രാമായണം പഠിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. രാമാഭിഷേക വിഘ്നത്തിനു കാരണമാരാണ്? കഴിഞ്ഞ വർഷം നമ്മളത് അപഗ്രഥിച്ചിരുന്നു. കുറെ പേർ കൈകേയി, കുറെ പേർ മന്ധര, കുറെ പേർ അത് ഇത് എന്നൊക്കെ പറഞ്ഞു. രാമാഭിഷേക വിഘ്നത്തിനു കാരണം കൈകേയിയല്ല, മന്ധരയല്ല, രാമപാദങ്ങളാണ്. തപോനിധേ, ഇത് ഈശ്വരന്റെ ലീലാവിലാസം. കളിയായതുകൊണ്ട് ഇതെങ്ങനെ വരുമെന്ന് ഒരു നിശ്ചയവുമില്ല. എങ്ങനെ വന്നാലും ഞാൻ അങ്ങയുടെ പക്ഷത്താണ്, അതുകൊണ്ട് ആനന്ദിക്കുമെന്ന് പറയാൻ കഴിയുന്നവൻ മാത്രമാണ് ഈ ലോകത്ത് ആനന്ദിക്കുന്നത്. എനിക്കെതിരായാലും അങ്ങയ്ക്കെതിരായാലും മറ്റുള്ളവർക്കെതിരായാലും, എനിക്കനുഗുണമായാലും അങ്ങയ്ക്കനുഗുണമായാലും മറ്റുള്ളവർക്കനുഗുണമായാലും കർമ്മഫലം എങ്ങനെയും വരട്ടെ, അങ്ങയുടെ ഈ ലീല ആനന്ദപ്രദം. ഹേ ഭഗവാൻ, അങ്ങയുടെ ഈ ലീലാവിലാസത്തിന്റെ ആനന്ദമാണ് ഇതിന്റെ തീരുമാനങ്ങൾ അത്രയും. ഇതാണ് അദൃഷ്ടം. മഹാഭാരത യുദ്ധം, ഭഗവത്ഗീത 4-ാം അധ്യായം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇതാണ് ആ അദൃഷ്ടം, ഇതാണ് ആ ലീല, ഇതാണ് മഹാഭാരത യുദ്ധത്തിന്റെ പ്രേഷ്ട കാരണം. മഹാഭാരത യുദ്ധം ആരാസൂത്രണം ചെയ്തു? ആര് സംവിധാനം ചെയ്തു? ആരരങ്ങത്താടി? ആരാണതിലെ നായകൻ? കൃഷ്ണധർമ്മത്തിൽ ആവിർഭവിച്ച് കൃഷ്ണധർമ്മത്തിൽ നിലനിന്ന് കൃഷ്ണധർമ്മത്തിൽ ലയിക്കുന്ന മഹാഭാരത യുദ്ധത്തിന്റെ പ്രേഷ്ട കാരണം കൃഷ്ണനൊരാൾ മാത്രം. അതാണ് അദൃഷ്ട കാരണം. ഇത് മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കരുത്. ദൃഷ്ടകാരണങ്ങൾ അനേകം. ഏതിനെയാണ് മുഖ്യമായി പിടിക്കേണ്ടത്? എൻ്റെ ഒരു കർമ്മം വിജയിച്ചാലും പരാജയപ്പെട്ടാലും, വിജയിച്ചാൽ ഞാൻ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എൻ്റെ കേമത്വമൊക്കെ പറഞ്ഞ് അവരെന്നെ കുറേ നേരം ഇരുന്ന് പ്രശംസിച്ച് കെങ്കേമാണെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമൊക്കെ ഉണ്ടാവും. Am I right? അടുത്തതിൽ ഞാൻ പരാജയപ്പെടും.
നീ അത്ര കേമനല്ലേ, എന്നാൽ കാണട്ടെ. അപ്പൊ ഞാൻ വീണ്ടും ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഇതുമായി ബന്ധപ്പെട്ട് നിന്നവരെയൊക്കെ കുറ്റം പറയും. അപ്പൊ നമ്മൾ പഠിക്കില്ല. അവൾ അതിലേ പോയിട്ടാണ്, അവൻ ഇതിലേ വന്നിട്ടാണ്, അത് അങ്ങനെ വന്നിട്ടാണ്, ആ പണം കിട്ടാത്തത് കൊണ്ടാണ്, ഈ പണം അങ്ങോട്ട് പോയിട്ടാണ്, ഇത് അവിടെ വീണിട്ടാണ്, ഇത് ആ വണ്ടി മുട്ടിയിട്ടാണ്. ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? അപ്പോഴും ഒടേതമ്പുരാൻ അവിടെ ഇരുന്ന് പറയും, നീ മിടുക്കനാണ്, നീ എല്ലാം നിന്നെ മാറ്റി നിർത്തി അന്വേഷണം കൃത്യമാക്കി CBIയെയും പിന്നെന്തോ ക്രൈംബ്രാഞ്ചിനെയൊക്കെ ഉപയോഗിച്ച് നീ കുറ്റക്കാരനല്ലെന്ന് നീ തന്നെ സ്ഥാപിച്ച് കൃത്യമായ റിപ്പോർട്ടും തന്നിരിക്കുകയാണ്. നീയായ ഇടവഴിയിലൂടെ പോകുന്നത് ഞാൻ കണ്ടതാണ്. ആയിരം കണ്ണുകളുള്ള സഹസ്ര ശീർഷനും സഹസ്രാക്ഷനും സഹസ്രപാത്തുമായ ഞാൻ നിന്റെ യാത്ര കണ്ടില്ലെന്ന് നീ വിചാരിക്കുന്നു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം അറിയേണ്ടത് ഈ ലീലയാണ്. മഹാഭാരത യുദ്ധത്തിന്റെ പ്രേഷ്ഠകാരണം അതറിഞ്ഞ ഒരൊറ്റ ഒരാളേ ഉള്ളൂ. രണ്ടാമതൊരാൾ മഹാഭാരതത്തിലില്ല. ആർക്കാ അറിയാവുന്നേ? പറയാമെങ്കിൽ പറഞ്ഞോ. ആരാ? ഒരു തപസ്വി അവിടെ ഉണ്ടായിരുന്നു. ജീവിതത്തില് തന്നെ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്റെ ഭർത്താവ് അന്ധനാണെന്നറിഞ്ഞ് അന്ധത സ്വീകരിച്ച ജന്മാന്ധനായ ഭർത്താവിനെ അന്ധയായി പരിചരിച്ച ഒരു സ്ത്രീ. അവക്കറിയാമായിരുന്നു ഇത് മുഴുവൻ ഇവന്റെ കളിയാണ്, ഇവനല്ലാതെ ഒരുത്തൻ ഈ കളിയിലില്ല. അതുകൊണ്ട് ഇവനെ ഞാൻ വെറുതെ വിടില്ല. ആഞ്ഞ പറഞ്ഞേ, ഇത്രയും സംവത്സരം പതിവ്രതയായ എന്റെ ഭർത്താവിനെ പരിചരിച്ച തപസ് മുഴുവൻ ചെലവാക്കി നിന്നെയും നിന്റെ വംശത്തെയും ഞാൻ ശപിക്കുന്നു. 36 സംവത്സരങ്ങൾ തികയുമ്പോൾ ഈ ഭോജവൃഷ്ണ്യന്ധക വീരന്മാർ തമ്മിൽ തല്ലിച്ചത്തൊടുങ്ങുപട. നിന്റെ ഭാര്യമാരുൾപ്പെടെയുള്ള ഭോജവൃഷ്ണ്യന്ധക നാരിമാർ തിണ്ടാടിപ്പോകുമട. നീ നീചമായ മാർഗത്തിൽ കൊല്ലപ്പെടുമട. നിങ്ങളെങ്ങാനുമാണത് കേട്ടതെങ്കിൽ പെണ്ണും പിള്ളേരെ കൊടലുമാല എടുത്തു ചൂടി. ശരിയല്ല? അതും എന്റെ നാടകത്തിൽ ഞാൻ സംവിധാനം ചെയ്ത പരിപാടിയുടെ ബാക്കി ഭാഗമാണ്. അത് നിന്റെ തപസ്സുകൊണ്ട് നീ അറിഞ്ഞു എന്നേ ഉള്ളൂ. ക്ഷത്രിയെ, നീ മേഞ്ഞിടത്തു മേയുന്നുവല്ലോ. ഇതൊരു വാക്കണത് നോക്കണം. ഇത് നേരത്തെ തീരുമാനിച്ചതാണ്. ഇന്നലെ മേഞ്ഞ സ്ഥലത്ത് ഇത് ഇന്നലെ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അതിന് നീ പറയാനൊന്നുമില്ല. അങ്ങനെ തന്നെ വരണമെന്നുള്ളതുണ്ടിങ്ങനിക്കും മനക്കമ്പിൽ സുബലജേ. നന്നായി ഇത് ഭവതിക്കും എനിക്കും അതൊന്നുപോലെ മതമായതും ഈശ്വരൻ.
എൻ്റെ അഭിപ്രായവും നിന്റെ അഭിപ്രായവും ഈശ്വരനിൽ ഒന്നിച്ചിരിക്കുന്നു. കാരണം അതാണ് ആ ദൃഷ്ടം. പക്ഷേ നിനക്ക് സംഭവിച്ചതൊക്കെ നീ അദൃഷ്ടം എന്നത് നിയന്ത്രിച്ചതാണെന്ന് ഒരു നിമിഷം മറന്നുപോയി. കാരണം നീ അന്ധതയിൽ തപസ്വിയായി നിന്റെ ഭർത്താവിനെ പരിചരിച്ചു വെച്ച ആ കണ്ണിന്റെ കെട്ട് വ്യാസനൊന്നഴിച്ചു തന്ന് നീ ഈ ശവങ്ങളെ അടുത്ത് കാണുക. യുദ്ധക്കളത്തിലേക്ക് പോകാതെ യുദ്ധക്കളം നിന്റെ അടുക്കലേക്കെത്തി അടുത്ത് കണ്ടപ്പോൾ നിന്റെ മകൻ ദുര്യോധനനെ, എഴുത്തച്ഛൻ ഗംഭീരമായ എഴുതിയിരിക്കുന്നത്, ഉണ്ണീ മകനെ ദുര്യോധനാതവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉംബർകോനൊത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും പ്രൗഢിയും ഇട്ടും കളഞ്ഞുടൻ എത്രയും ഇഷ്ടനായിടും പിതാവിനെ തന്നെയും പെട്ടെന്നുപേക്ഷിച്ചു പോയിക്കൊണ്ടതെങ്ങു നീ പൊട്ടുന്നിതന്മനം കണ്ടതെല്ലാം. പട്ടുകിടക്കമേലേ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായിതോ ചൊരയിൽ പുഷ്ടകോപത്തോടെ മാരുതി തച്ചുടൽ പൊട്ടിച്ച് കാലുമൊടിച്ചു കൊന്നിങ്ങനെ കണ്ടുകൂടായെനിക്കെന്നു ഗാന്ധാരിയും മണ്ടിനാൾ വീണാൾ ഉരുണ്ടാൾ പൊടുക്കനെ. കർണനാമംഗ നരാധിപൻ തന്നുടൽ എന്റെ കിടപ്പ് ഗാന്ധാരിയെ വല്ലാതെ വേദനിപ്പിച്ചു. കുണ്ടലമറ്റതാ വേറെ കിടക്കുന്നു, ഗണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ. നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലിഴും അർജുനൻ തന്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ. കൊല്ലാതെ കൊള്ളഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ നിനക്ക് രസമടൂ. ഈ അദൃഷ്ടം നിങ്ങൾ കണ്ട് വികാരം കൊണ്ട ഗാന്ധാരി ഒരു നിമിഷം ഈ ജഗശ്ചക്ഷുസിനെ മറന്നുപോയി. അതുകൊണ്ടെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ശപിച്ചു. മനുഷ്യൻ ഈശ്വരനെ ശപിക്കുന്ന, മനുഷ്യന്റെ ശാപം ഏറ്റുവാങ്ങി സ്വർഗാരോഹണത്തിന് തയ്യാറെടുക്കുന്ന ഈശ്വരചരിതം രചിച്ച വ്യാസൻ മാനവനെയും ഈശ്വരനെയും കൂട്ടിക്കൊരുത്തൊരുക്കിയ മഹാഭാരത ഇതിഹാസം നിരന്തരമാടുകയാണ്. ഈശ്വരനും മനുഷ്യനും ഒരുമിച്ചാടി മാനവതിരോധാനത്തിന്റെയും ഈശ്വരതിരോധാനത്തിന്റെയും അനവദ്യസുന്ദരമായ ഇതിഹാസം. മഹാഭാരതം കമ്പോട് കമ്പ് വായിച്ചിട്ടുണ്ടോ? ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ടോ? മഹാഭാരതം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ടോ? ഗദ്യമോ പദ്യമോ പരാവർത്തനമോ ഏതെങ്കിലും കമ്പോട് കമ്പ് വായിച്ചിട്ടുണ്ടോ? ആദ്യം മുതൽ അവസാനം വരെ
വ്യാസന്റെ ശ്ലോകങ്ങൾ, അതിന്റെ അന്വയാർത്ഥങ്ങൾ, ഇല്ലെങ്കിൽ പോട്ടപ്രകാശത്തിന്റെ മലയാള ഗദ്യ വിവർത്തനം, അല്ലെങ്കിൽ BC റോയിയുടെ ആംഗലേയ ഭാഷാവിവർത്തനം, മഹാഭാരത ഒരാവർത്തി വായിച്ചിട്ടുണ്ടോ? മുഴുവൻ, ആദ്യം മുതൽ അവസാനം വരെ. അത് ശരി, അന്വേഷിച്ചില്ല എന്ന് പറയല, കിട്ടിയില്ല. മലയാളത്തിൽ SPCS കിട്ടും ഇപ്പോഴും പോയാൽ. ഇപ്പൊ അത് കറണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം. ഇന്ന് കമ്പോട് കമ്പെടുത്ത് ഒരാവർത്തി വായിക്കുക, രസകരമായിരിക്കും. ഇതുവരെ പഠിച്ച പല ഗ്രന്ഥങ്ങളും ഉണ്ടല്ലോ, മനുഷ്യനും ഈശ്വരനുമെല്ലാം ഒരുമിച്ചാടുന്ന ഒരു നാടകം. അതിലാണ് ഗാന്ധാരി ശപിക്കുന്നത്. ശപിക്കുമ്പോൾ അക്ഷോഭ്യനായി നിന്ന് എന്ന് പറഞ്ഞാൽ, ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും എല്ലാം നിർവഹിച്ചത് ഞാനാണെന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഡയലോഗാണ് നീ എന്നോട് പറയുന്നതെന്നും അതാണ് ഞാൻ കേൾക്കുന്നതെന്നും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ നാടകം തീരുന്നതെന്നും നീ മറന്നുപോയിരിക്കുന്നു, ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്ന ഇതിഹാസം. ഗാന്ധാരി വന്ന് തൃപ്പൂണിത്തുറ വന്ന് നിങ്ങളിൽ ഒരാളെ കണ്ടിട്ട് എങ്ങാനുമാണ് ഈ ശാപം ഉതിർക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടാണ് ഈ ശാപം ഉതിർക്കുന്നതെങ്കിൽ, സ്ത്രീപീഡനത്തിന് കേസുണ്ടെങ്കിൽ പോലും ഗാന്ധാരി രണ്ടു കാലേ നടന്നു പോകില്ല. Am I right? ഇത് ഗാന്ധാരിയെ വളരെ ബഹുമാന പുരസ്സരം അംഗീകരിച്ചിട്ട് പറഞ്ഞു. വിളിയൊക്കെ സ്വാഭിപ്രായ വിശേഷണമാണ്. സുബലജേ, സുബലന്റെ മകളാണ് നീ, നിന്റെ ബലം പോയല്ലോ. എനിക്കും നിനക്ക് ഒരേ അഭിപ്രായം ഉണ്ടാക്കിയത് ഈശ്വരനാണ്. ഇതിന് ഒട്ടും വ്യത്യാസം ഇല്ല എന്റെ അഭിപ്രായം. പിന്നെ നമ്മൾ തമ്മിൽ എവിടെയാ വിയോജിപ്പ്? ഗംഭീരമായ മുഹൂർത്തം. ആ ഈശ്വരനാണ് മഹാഭാരത യുദ്ധത്തിന്റെ അദൃഷ്ടകാരണം, പ്രേഷ്ടകാരണം. ദൃഷ്ടകാരണങ്ങൾ അനേകം. ദൃഷ്ടത്തിൽ ദൃഷ്ട അദൃഷ്ടമെന്നൊന്നുകൂടിയുണ്ട്. അദൃഷ്ടം കലർന്ന ദൃഷ്ടം. ഇപ്പോൾ അറിയാൻ വയ്യാത്തത് പൂർവജന്മം അപഗ്രഥിച്ചാൽ അറിയാവുന്നത്. അനുമാനങ്ങളെ കൊണ്ടേ സാധാരണ മനുഷ്യന് ഇത് കണ്ടെത്താൻ പറ്റും. എന്താ എനിക്ക് എൻ്റെ അമ്മയോട് ഇഷ്ടവും അച്ഛനോട് ഈ ദേഷ്യവും? എല്ലാം കൊണ്ടുത്തരുന്ന അച്ഛനാണ്, സ്നേഹം കാണിക്കുന്നത് അച്ഛനാണ്. 30 വട്ടം ചീത്ത വിളിക്കുന്നതാണ് അമ്മ, എന്നാലും അമ്മയോട് ആണ് ഇഷ്ടം. വീട്ടിൽ വരുന്ന ആരുടെ മുമ്പിൽ വെച്ചും ഭാര്യ അധിക്ഷേപിക്കും. നല്ല ശകാരം കിട്ടും. ഒരു ഭർത്താവിനോട് പെരുമാറുന്ന പോലെ ഒന്നും പെരുമാറില്ല. എന്നാലും അവളില്ലാതെ ജീവിക്കാൻ മേലാത്ത ഭർത്താക്കന്മാർ. ചിലപ്പോൾ അവൾ ചീത്ത വിളിച്ചാൽ ഒറ്റയ്ക്കൊരു മൂലയ്ക്ക് പോയിരുന്ന് കരയും. ഇല്ലേ? 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 പിന്നെ ചെല്ലുമെന്ന് നമ്മോട് പറയുന്നതല്ലേ?
അമ്മ പല പ്രാവശ്യം പറഞ്ഞു നീ ഒരു കോന്തനായിപ്പോയി എന്ന്. പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ എന്റെ വികാരം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സ്വാമി. അവക്കാണെങ്കിൽ എന്നെ കണ്ണു കീറിയിട്ട് കാണാം. കുഴപ്പമൊന്നുമില്ല, എന്നെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൾ വേണെ തല്ലിക്കോട്ടെ, അത് ഞാൻ കൊണ്ടോളാം. പക്ഷെ പലരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങ് എങ്ങനെയാ സ്വാമിയോട് പറയാ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്നേഹം? എല്ലാം തന്ന ചിലരോട് വെറുപ്പ്, ഒന്നും തരാത്ത ചിലരോട് സ്നേഹം, ചിലരെ കണ്ടാൽ വലിയ ആകർഷണം, ചിലരെ കണ്ടാൽ രണ്ട് കൊടുക്കണം എന്ന് തോന്നുന്നു. അവൻ രണ്ട് മേടിക്കേണ്ടവൻ. ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്, തള്ളയും മോനും മോളും ഒക്കെ. അതിൽ നല്ല ഫുട് വർക്കിൽ കളിക്കുന്ന ഒരുത്തനെ കണ്ടിട്ട് അവൻ അഹങ്കാരിയാണ്. അവൻ്റെ ഓട്ടം കണ്ടില്ലേ, ചാട്ടം കണ്ടില്ലേ, രണ്ട് കൊടുക്കണമെന്ന് ഞാൻ ഓർത്തതാണ്. ഇതുവരെ കളിച്ചിട്ടില്ലാത്ത തള്ളയും മോനും ഒക്കെ കൂടിയായിരുന്നു കളി കാണുന്നത്. ബോൾ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എന്നാലും ഇവര് ട്രെയിൻ ചെയ്ത് വിട്ടവൻ തെറ്റിക്കളിക്കുകയാണെന്ന് തോന്നിപ്പോവും. കോച്ച് ഇവരാണെന്ന് തോന്നിപ്പോവും. ചില നേരത്ത് ഇവരുടെ കൈയും മറ്റും കോച്ചിപ്പോകുന്ന കാണും. Am I right? Am I right? No. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെറുപ്പും ദ്വേഷമൊക്കെ വരുന്നത്? നല്ല ഇരുന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്? സമയം എന്താ ഇതൊക്കെ ആണെങ്കിലും? 10 8 വരെ എന്നല്ലേ? ഇവരൊക്കെ ചെന്ന് ഇപ്പൊ കുഴപ്പമില്ല, നീട്ടണ്ട. കാരണം ഇവർ ഈ സാമ്പാറൊക്കെ വെച്ചിട്ട് കടുക് ഉറക്കാതൊക്കെയാണ്. ചെല്ലുമ്പോൾ ഒന്ന് കടുക് ഉറത്തിട്ട് ഒരു തവി ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഒഴിക്കുമ്പോൾ തണുത്ത് നോക്കി ഒന്നുകൂടെ ചൂടാകുമല്ലോ എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ ചിലരെങ്കിലും ഇടി വാങ്ങിക്കും ചിലർ. അപ്പൊ അതുകൊണ്ട് അദൃഷ്ടം കലർന്ന ഒരു ദൃഷ്ടം. അതിലെ ദൃഷ്ടം ഏതാണ്? എനിക്കയാളെ ഇഷ്ടമല്ല, എനിക്കയാളെ ഇഷ്ടമാണ്. അതിലെ അദൃഷ്ടം ഏതാണ്? കാരണമില്ല. ചിലർ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ല, അവരുടെ ചുറ്റിപ്പറ്റിയും കൂടാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. ചിലരെ കണ്ടു കഴിഞ്ഞാൽ വേണ്ട, അടുക്കാൻ പറ്റിയ ആളല്ല, ഇങ്ങനെ തോന്നും. എന്താ ചിരിക്കുന്നത്? അമ്മ വല്ലാതെ ചിരിക്കുന്നെന്ന് തോന്നും. ഏതോ അനുഭവങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ അമ്മ പോകുന്നു. അടുക്ക മരുമകളാണോ മകളാണോ? അമ്മ ഇങ്ങനെ ഓർമ്മയിലൂടെ ഇങ്ങനെ പോവാണ് തെന്നിത്തെന്നി. അപ്പോ അനേക ജന്മസിദ്ധമായ, നേരത്തെ പറഞ്ഞ 84 ലക്ഷം യോനിയിൽ ജനിച്ച ഓർമ്മകളുള്ള മാനവന് അവൻ കടന്നു പോന്നിട്ടുള്ള എല്ലാം അവന്റെ മനസ്സ് അദൃഷ്ടരൂപേണ സ്മൃതി മണ്ഡപത്തിൽ വെച്ചിട്ടുണ്ട്. അനേക ജന്മങ്ങളുടെ ഓർമ്മകളെ ആനയിച്ചു മനസ്സ് തിരിച്ചറിയുക മാത്രമാണ് ഇതാണ്, ഇതിതാണ്, ഇതിങ്ങനെയാണ്, ഇതിന്നതാണ്. ഈ തിരിച്ചറിവാണ് നമുക്ക് ഓരോ നിമിഷവും ഉണ്ടാകും. നമ്മുടെ പ്രിയങ്ങളിൽ, നമ്മുടെ അപ്രിയങ്ങളിൽ, നമ്മുടെ സ്നേഹങ്ങളിൽ, നമ്മുടെ ദ്വേഷങ്ങളിൽ എല്ലാം. മനസ്സിന്റെ ഒരു ഭാഗത്ത് പൂർവാനുമതികളിൽ വെറുപ്പ് ശേഖരിച്ചു വച്ചിരിക്കുന്നിടത്തോളം ദിവസം വെറുത്ത് കഴിഞ്ഞാൽ
പിന്നെ അവിടെ ആരാധനയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആരാധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വെറുപ്പ് മാത്രമാണെന്ന് കരുതണ്ട. ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. അമ്മയെ ഞാൻ തെറ്റിദ്ധരിച്ചു, ഞാൻ ഒരുപാട് വെറുത്തു, ഒരുപാട് വേദനിപ്പിച്ചു, ക്ഷമിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലയോ, ഇങ്ങനെ ഞാൻ കരുതിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഒക്കെ അവരൊക്കെ പറഞ്ഞ ഒരു അമ്മയെ ഞാൻ കണ്ടു, ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. പൊറുക്കണം. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, അമ്മയുടെ സ്നേഹം. അപ്പൊ ഇങ്ങനെ പതുക്കെ അങ്ങ് അടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയുടെ മനസ്സിൽ ഇതുവരെ ഇവളെ സ്നേഹിച്ചതങ്ങ് മാറി ദ്വേഷമായി. അപ്പോഴാണ് പറഞ്ഞ കിന്നാരം ഒന്നും പറഞ്ഞിങ്ങ് വരണ്ട, എനിക്കറിയാം എന്തിനാ കൂടുന്നതെന്ന്. ചുമ്മാതാണ് ഇവള് കൂടിയത്. പക്ഷേ തള്ളയുടെ മനസ്സിൽ അപ്പോൾ പഴയ ഒരു ജന്മത്തിലെ ഓർമ്മ വന്നു. പണ്ട് തന്നെ ഇങ്ങനെ ഒരുത്തി സ്നേഹിച്ച് പറ്റിച്ചതിൻ്റെ ഓർമ്മ വന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും മേടിച്ചുകൊണ്ട് പോയി കളിപ്പിച്ച് അവസാനം താൻ വഴിയാധാരമായതിൻ്റെ ഒരു ഓർമ്മയാണ് മനസ്സിൽ നിന്ന് പൊന്തി വന്നതെങ്കിൽ നിന്റെ കളിയൊന്നും വേണ്ട, എനിക്കറിയാം നിന്നെ. അങ്ങനെയല്ലേ ഈ തട്ടിയും മുട്ടിയും ഒക്കെ ജീവിക്കുന്നു അല്ലേ? അനുകൂലമായി പറഞ്ഞാൽ പ്രതികൂലമായി പറയും, പ്രതികൂലമായി പറഞ്ഞാൽ അനുകൂലമായി പറയും അല്ലേ? വൈകുന്നേരം ഇരുന്ന് തട്ടിയും മുട്ടിയും കാണുകയല്ലേ പതിവ് അല്ലേ? അങ്ങനെയല്ലേ സീരിയല്? പുരുഷന്മാരാ കാണുന്നതെന്തോ, അല്ല സ്ത്രീകൾ കാണുന്നതില്ലെന്തോ. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ അദൃഷ്ടമായി പൊന്തി വരുന്നതാണ്, ദൃഷ്ടമല്ല. മഹാഭാരത യുദ്ധത്തിലെ അദൃഷ്ടങ്ങൾ അനേകമാണ്. ഭീഷ്മൻ, ഗംഗാദത്തകുമാരൻ, ഗംഗാദത്തന്റെ ജീവിതചര്യ തന്നെ മഹാഭാരത യുദ്ധത്തിനും അതിന്റെ കോലാഹലത്തിനും വേണ്ടിയുള്ളതാണ്. ആ നിത്യബ്രഹ്മചര്യവും ആ സാമ്രാജ്യത്യാഗവും എല്ലാം തനിക്ക് തീർക്കുവാനുള്ള ശരശയ്യയും അരങ്ങത്ത് 10 ദിവസത്തിൽ 8 ദിവസവും ആടിത്തിമിർത്ത് ശരശയ്യയിലേക്ക് പതിച്ച് സ്വധാമത്തിലേക്കെത്താൻ കാശി രാജ്യത്തിന്റെ രാജധാനിയിൽ നിന്ന് സ്വപ്നം പേറുന്ന നവവധുക്കളെ ബലമായി തേരിലേറ്റി നിതാന്ത രോഗിയായ തന്റെ സഹോദരന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അങ്ങ് അണിയറയിൽ അമ്പയുടെ അന്തർമണ്ഡലത്തിൽ ഭീഷ്മന്റെ ആരാലും എതിർക്കപ്പെടാൻ കഴിയാത്ത ആയുധം താഴ്ത്തുവെച്ച് നിൽക്കുവാനുള്ള, ഭീഷ്മനെ നിരായുധനാക്കുവാനുള്ള ദ്വേഷാഗ്നി ജ്വലിക്കുകയാണ്. ദൃഷ്ടാദൃഷ്ട കാരണങ്ങളിൽ ഭീഷ്മനുമായി ചേരുമ്പോൾ പ്രധാനമിതാണ്. തന്റെ പ്രതികാരം പുനർജനി തേടി പാഞ്ചാല രാജാവിന്റെ യാഗാഗ്നിയിൽ കുരുത്ത്
ഭീഷ്മനെ നിരായുധനാക്കി വധിക്കുന്നതിന് തയ്യാറെടുക്കുമ്പോൾ നീണ്ടകാലത്തെ ശൈശവവും ബാല്യവും കൗമാരവും സ്നേഹം പങ്കുവച്ച ദ്രുപദന്മാരുടെ രാജകീയ സ്ഥാനമാനങ്ങളിലേക്കുയർന്ന് ശുദ്ധനായൊരു ബ്രാഹ്മണനെ സമന്മാരെ മാത്രമേ നാം ദർശിക്കൂ എന്ന് പറഞ്ഞ് നിരാകരിക്കുമ്പോൾ പ്രതികാരാഗ്നിയിൽ വളർന്ന ദ്രോണൻ ക്ഷത്രിയനല്ലാത്ത തന്നെ കൊണ്ടാകാത്തത് അർജുനനിലൂടെ ദ്രുപദനെ ബന്ധിച്ച് നിർത്തി പരിക്ഷീണനാക്കി വിടുമ്പോൾ ആ ദ്രുപദന്റെ അംഗതലങ്ങളിൽ ദ്രോണനു വേണ്ടിയുള്ള ദ്രോണമൃത്യുവിനു വേണ്ടിയുള്ള ദൃഷ്ടദ്യുമ്നൻ അഗ്നിയിൽ നിന്നുയരുമ്പോൾ അഗ്നിയിൽ നിന്നുയർന്ന കൃഷ്ണ പാഞ്ചാല നന്ദിനി പാണ്ഡവരുടെ അന്തരംഗത്തിലേക്കടുക്കുമ്പോൾ മഹായുദ്ധത്തിന്റെ ദൃഷ്ടാദൃഷ്ടങ്ങൾ കൊരുക്കുന്ന രംഗവേദിയുടെ സുപ്രധാന രേഖകൾ ചമയ്ക്കുന്നത് പാഞ്ചാലന്റെ ദ്രുപദന്റെ യാഗശാലയിലാണ്. പാണ്ഡവന്മാരുടെ യാഗശാലയിലല്ല, കൗരവന്മാരുടെ യാഗശാലയിലല്ല, മഹാഭാരതത്തിന്റെ കേളി ഹസ്തിനപുരത്തിലല്ല, ഇന്ദ്രപ്രസ്ഥത്തിലല്ല. മഹാഭാരത യുദ്ധത്തെ നയിച്ച അതിപ്രബലരായ രണ്ട് നേതാക്കന്മാരെ, ഭീഷ്മനെ ദ്രോണനെ കാലയവനികയിലേക്ക് തള്ളിവിടുവാനുള്ള കേളീവിലാസം അരങ്ങൊരുങ്ങുന്നത് പാഞ്ചാലന്റെ യാഗശാലയിലാണ്. ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നൻ. ഇത് ദൃഷ്ടാദൃഷ്ട കാരണം. ദൃഷ്ടകാരണങ്ങൾ എത്ര? മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ച ദൃഷ്ടകാരണങ്ങളെ തേടുമ്പോൾ പാണ്ഡുവിന് ലഭിച്ച ശാപം, മന്ത്രങ്ങളിലുണ്ടാകുന്ന പുത്രന്മാർ, വനത്തിൽ നിന്നുള്ള വരവ്, ഇഷ്ടപ്പെടാത്ത കൗരവർ, യുവരാജാവായ യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്യുന്നത്, അരക്കില്ലം പണിയുന്നത്, അരക്കില്ലത്തിന് തീ വീഴുന്നത്, പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് രാജ്യം പകുത്തുകൊടുത്ത് ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവുമായി തീർന്ന് ഖാണ്ഡവവനം ദഹിപ്പിച്ചുണ്ടായ ഇന്ദ്രപ്രസ്ഥത്തിൽ മയൻ അസുരാശാരി നിർമ്മിച്ച സ്ഥലജല വിഭ്രാന്തിയുണ്ടാക്കുന്ന കൊട്ടാരം, അതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ദുര്യോധനൻ വെള്ളമാണെന്ന് വിചാരിച്ച് മുണ്ടുപൊക്കി നടക്കുമ്പോൾ, കരയാണെന്നോർത്ത് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ പാഞ്ചാലിയുടെ ചിരി,
അനേകമനേകം ദൃഷ്ടങ്ങളും അനേകമനേകം ദൃഷ്ടാദൃഷ്ടങ്ങളും ആയിരമായിരം അദൃഷ്ടങ്ങളും കൂട്ടിക്കൊരുത്ത് മാനവജീവിതത്തെ ക്ലേശപൂർണവും ദുഃഖതപ്തവും മൃത്യുവിലേക്കുള്ള വഴിയുമാക്കി മാറ്റുന്ന ആ കപട നാടക സൂത്രധാരിയുടെ ആ ഈശ്വരന്റെ ലീലാവിലാസങ്ങളെ അറിഞ്ഞ് നിൽക്കുന്നവന് മാത്രമേ ആനന്ദമെന്തെന്ന്, അനുഭവമെന്തെന്ന്, അറിവെന്തെന്ന് മനസ്സിലാകൂ എന്ന് പഠിപ്പിക്കുന്ന മഹാഭാരതം ദൃഷ്ടവും അദൃഷ്ടവും ദൃഷ്ടാദൃഷ്ടവും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ കർമ്മമേഖലകളിലേക്ക് കടന്നുവരുന്ന അദൃഷ്ടവും ദൃഷ്ടവും ദൃഷ്ടാദൃഷ്ടവും തേടൂ. അന്യരെ നോക്കാതെ, അന്യ അനുഭവങ്ങളെ പഠിക്കാതെ, ഒരിക്കൽ ആയിരമായിരം ജന്മങ്ങളിലൂടെ ഉണ്ടായി മറയുന്ന ജീവിതത്തിന്റെ അല്പകാലസ്ഥിതമായ കണക്കുകൾ കള്ളത്തരം കൊണ്ട് ചമച്ചു വെച്ചിട്ടുള്ള ജീവചരിത്രങ്ങൾ പഠിച്ച് ജന്മം കളയാതെ മാനവനെ ഭരിക്കുന്ന ദൃഷ്ടവും അദൃഷ്ടവും ദൃഷ്ടാദൃഷ്ടവും കൂട്ടിക്കൊരുത്ത് തന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിലെങ്കിലും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആനന്ദമെന്റെ ജന്മാവകാശമാണ്. ഞാൻ നിന്റെ ഈ നാടകത്തിലെ മുഖ്യതലങ്ങളിൽ നിന്റെ പ്രോംപ്റ്ററായുണ്ടാവും എന്നറിയുന്ന മാനവനായി ഉയരാൻ കഴിഞ്ഞാൽ അതിന് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നാളുകൾ ദൃഷ്ടാദൃഷ്ടങ്ങളും ദൃഷ്ടവും അദൃഷ്ടവും തിരിച്ചറിയുന്നതാകട്ടെ. നിങ്ങളുടെ കുട്ടികൾ ആ അറിവിന്റെ മേഖലയിൽ നിന്ന് ആനന്ദിക്കുമാറാകട്ടെ. ആ അറിവിൽ എല്ലാ അറിവും അല്പപ്രാണനായിത്തീരും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ, നിങ്ങളോട് ഇത്രയും സംസാരിക്കാൻ ഇടയാക്കിയ ജഗദീശ്വരന്റെ വാത്സല്യത്തിന് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എന്റെ വാക്കുകളിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള ശൈലീഭംഗങ്ങൾ, പാകപ്പിഴകൾ, ചേരരുതാത്ത വാക്കുകൾ എല്ലാം എന്റേത് മാത്രം. അതിനുള്ള ശിക്ഷ എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ എന്റെയല്ല, എന്റെ പൂർവ്വപിതാക്കന്മാരുടെ, എന്റെ അച്ഛനമ്മമാരുടെയും ഗുരുക്കന്മാരുടെയും നിങ്ങളുടെ നമസ്കാരങ്ങൾ അവരുടെ പാതാരവിന്ദത്തിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. സ്വാമി ശരണമയ്യപ്പ.